കണ്ണൂരിൽ ഷണ്ടിങ്ങിനിടെ കണ്ണൂർ ആലപ്പുഴ എക്സിക്യൂട്ടീവ് എക്സ്പ്രസിന്റെ ബോഗികൾ പാളം തെറ്റിയതിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി. ഡ്യൂട്ടി സ്റ്റേഷൻ മാസ്റ്റർ ഉൾപ്പെടെ 4 പേരെ സസ്പെൻഡ് ചെയ്തു. സിഗ്നൽ പിഴവാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. സജോ ദേവസ്യ ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി. സജോ, ഇവർക്കെതിരെ ഇപ്പോൾ നടപടി വന്നിരിക്കുന്നു. ഇവരുടെ ഭാഗത്തു നിന്നൊരു വീഴ്ച അത് സ്ഥിരീകരിക്കുന്നുണ്ടോ? പ്രാഥമിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ റെയിൽവേ 4 ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുത്തിരിക്കുന്നത്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ അടുത്ത യാർഡിൽ നിർത്തിയിട്ടിരുന്ന ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് പുലർച്ചെ സർവീസിന് വേണ്ടി പ്ലാറ്റ്ഫോമിലേക്ക് എത്തിക്കുന്നതിനിടെയാണ് പിൻഭാഗത്തെ 2 കോച്ചുകൾ അപകടത്തിൽപ്പെട്ടത്. ഈ 2 കോച്ചുകൾ ട്രാക്കിൽ നിന്ന് തെന്നി മാറുകയും പുറത്തേക്ക് ഉള്ള സിഗ്നൽ ബോക്സിൽ ഇടിച്ചു തകർക്കുകയും ഒപ്പം ഉണ്ടായിരുന്ന മതിൽ തകരുകയും ഒക്കെ ചെയ്തിരുന്നു. അതിലാണ് ഡ്യൂട്ടി സ്റ്റേഷൻ മാസ്റ്റർ ആർ ശരത്ത്, പോയിന്റ്സ്മാൻമാരായ കെ സുനിത, കെ എം ഷംന, സുധീഷ് എന്നിവരെ സസ്പെൻഡ് ചെയ്തത്. സിഗ്നലിംഗിലെ പിഴവ് ഉണ്ട് അതാണ് ഈ അപകടത്തിലേക്ക് നയിച്ചത് എന്നതാണ് പ്രാഥമികമായ നിഗമനം. അതേസമയം ഒരു വിദഗ്ധ സംഘത്തെ അന്വേഷണത്തിന് വേണ്ടി നിയോഗിച്ചിട്ടുണ്ട്. സാങ്കേതിക തകരാറും ഈ അപകടത്തിന് കാരണമായിട്ടുണ്ട് എന്നൊരു സംശയമുണ്ട്. അതുൾപ്പെടെയുള്ള വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കേണ്ടതുണ്ട്. പക്ഷേ സിഗ്നലിംഗിൽ പ്രാഥമികമായി തന്നെ പിഴവ് പറ്റി. അതിൽ നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഗുരുതരമായ വീഴ്ചയുണ്ടായി. കാരണം വലിയ ഒരു അപകടമാണ് വഴിമാറിയത്, വലിയൊരു ദുരന്തം വഴിമാറിയെന്ന് തന്നെ പറയാം. കാര്യം ആ ഘട്ടത്തിൽ ലോക്കോ പൈലറ്റും ഗാർഡും മാത്രമാണ് ട്രെയിനിൽ ഉണ്ടായിരുന്നത്. യാത്രക്കാരുണ്ടായിരുന്നെങ്കിൽ അപകടത്തിന്റെ സ്വഭാവം മാറിയേനെ. മറ്റൊരു മേൽപ്പാലത്തിന്റെ തൊട്ട് സമീപത്ത് വെച്ചാണ് ഈ പാളം തെറ്റുന്ന സംഭവം ഉണ്ടായത്. അതിന് മേൽപ്പാലത്തിൽ വെച്ചാണ് ഈ അപകടം ഉണ്ടാകുന്നെങ്കിൽ അത് കൂടുതൽ നഷ്ടത്തിലേക്കും അപകടങ്ങളിലേക്കും കാര്യങ്ങൾ വഴിവെച്ചേനെ. ആ ഒരു പശ്ചാത്തലത്തിലാണ് കൂടുതൽ അപകടങ്ങൾ കണ്ണൂർ ആലപ്പുഴ എക്സിക്യൂട്ടീവ് എക്സ്പ്രസിന്റെ കാര്യത്തിൽ മുൻപും സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇക്കാര്യത്തിലാണ് ഇപ്പോൾ പ്രാഥമികമായ ഒരു നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഒപ്പം ഏതെങ്കിലും തരത്തിൽ സാങ്കേതിക തകരാറുണ്ടായോ എന്ന കാര്യത്തിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ പരിശോധന പുരോഗമിക്കുകയുമാണ്. സജോണ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. സാങ്കേതിക പ്രശ്നമുണ്ട്. സാങ്കേതിക പ്രശ്നം മാത്രമല്ല, അശ്രദ്ധയുണ്ടായി, അതിനാണ് നടപടി.